കോതമംഗലം വികസന മുരടിപ്പിന്റെ പാതയിലെന്ന ആക്ഷേപവുമായി NDA. പ്രതിഷേധവുമായി NDA കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റി പ്രവർത്തകർ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. കോതമംഗലത്ത് വികസന പദ്ധതികളൊന്നും നടപ്പിലാകുന്നില്ല എന്ന ആക്ഷേപവുമായി NDA പ്രവർത്തകർ തെരുവിലിറങ്ങി. പരിഹാരത്തിനായി NDA കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഇപ്പോൾ ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്ന കോതമംഗലം MLA ഓഫീസ് മാർച്ച് MLA ഓഫീസ് പരിസരത്ത് എത്തിച്ചേരുമ്പോൾ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. ചരിത്രപരമായും സാമൂഹികമായും സാമ്പത്തികമായും വലിയ പ്രാധാന്യമുള്ള കോതമംഗലം മുനിസിപ്പൽ ജംഗ്ഷന് സമീപത്തു നിന്ന് ആരംഭിച്ച മാർച്ച് ലൈബ്രറി റോഡിൽ പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസുമായി നേരിയ സംഘർഷമുണ്ടായി. തുടർന്ന് നടന്ന ധർണ BJP സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ രേണു സുരേഷ് ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ മാർച്ച് കേരളത്തിലെ 140 മണ്ഡലങ്ങളിലേക്കും ഈ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ MLA-മാരായിട്ടുള്ള ആളുകളുമൊക്കെ അവർക്ക് ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി കേരളത്തിലെ ജനങ്ങൾ കൊടുക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ഇന്ന് ഈ മാർച്ച് ഇവിടെ ഔദ്യോഗികമായിട്ട് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഈ മാർച്ചിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ചൊക്കെ പ്രിയ സുഹൃത്തും ഈ ജില്ലയുടെ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള അഡ്വക്കേറ്റ് സൂരജ് ഇവിടെ പരാമർശിച്ചു. എനിക്ക് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. ഇന്ന് ഇത്തരത്തിലുള്ള മാർച്ച് കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലേക്കും മാർച്ച് നടത്തി അതിന്റെ കുറ്റപത്ര വിചാരണയൊക്കെ നടക്കുമ്പോൾ ഈ കോതമംഗലത്തെ നല്ലവരായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികൾ, ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ വീട് വീടാന്തരം കയറിയിറങ്ങി ഈ നാട്ടിലെ വികസനത്തെ കുറിച്ച് ഈ നാട്ടുകാർ തന്ന കുറ്റപത്രമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. 3 പേജോളമുള്ള ഈ കുറ്റപത്രത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ കോതമംഗലത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും എഴുതിക്കൊണ്ട് ഈ MLA ഇനി ഞങ്ങൾക്ക് വേണ്ട. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സൂരജ് ജോൺ മലയിൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് സിന്ധു പ്രവീൺ ആമുഖ പ്രഭാഷണം നടത്തി. BJP ജില്ലാ പ്രസിഡന്റ് PV സജീവ് മുഖ്യാതിഥിയായിരുന്നു. BDJS ജില്ലാ ജനറൽ സെക്രട്ടറി MM വാസു മുഖ്യപ്രഭാഷണം നടത്തി. കോതമംഗലം MLA-ക്കെതിരെ കുറ്റപത്രം തയ്യാറാക്കി ജനങ്ങൾക്ക് മുൻപാകെ സമർപ്പിച്ചു. വോട്ടർമാരെ കഴിഞ്ഞ 1.5 മാസമായി ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകർ വീട് വീടാന്തരം കയറി അഭിപ്രായങ്ങൾ ആരാഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി നിർബന്ധിതരാക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്രകാരം ഒരു മാർച്ച് നടത്തുവാനായിട്ട്. എന്താണ് കാരണം? നമ്മൾ പാർട്ടി പ്രവർത്തകർ ഓരോ വീടുകളിലും പാർട്ടിയുടെ പ്രചരണവുമായി മുന്നോട്ട് പോയപ്പോൾ നമ്മൾക്ക് കിട്ടിയ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് മതിയായി MLA, ഈ കോതമംഗലത്തിന് ഈ MLA മതിയായി എന്നാണ് പറയുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ കേരളത്തിൽ പറയത്തക്ക എന്തെങ്കിലും, നിയോജക മണ്ഡലത്തിൽ പറയത്തക്ക എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം എടുത്തു കാണിക്കുവാൻ ഈ MLA-ക്ക് ഇല്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് വിദ്യാഭ്യാസ
പറയാനുള്ളത്. ലീഗൽ സെൽ സംസ്ഥാന കൺവീനർ അഡ്വക്കേറ്റ് NN ഇളയത് കുറ്റപത്രം അവതരിപ്പിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി ET നടരാജൻ, BDJS സംസ്ഥാന സെക്രട്ടറി അജി നാരായണൻ, BDJS കോതമംഗലം നിയോജകമണ്ഡലം പ്രസിഡന്റ് MB തിലകൻ, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് മനക്കേക്കര, കോതമംഗലം മണ്ഡലം പ്രഭാരി റോയി എബ്രഹാം, കവളങ്ങാട് മണ്ഡലം പ്രഭാരി അനിൽ ഞാളുമ്മടം, കവളങ്ങാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ നെല്ലിമറ്റം തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു. കഴിഞ്ഞ 10 വർഷമായി മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ നിലച്ചുപോയെന്നും ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നും കുറ്റപത്രത്തിൽ ആരോപിക്കുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.